Hi friends, Assalamualaikum. Welcome to Michu's World. ഇപ്പോൾ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കലക്കി ചായയാണ്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് റെഡിയായി കിട്ടി. അപ്പോൾ അതെങ്ങനെ കറക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് തന്നെ ബിരിയാണി ടീ, അതുപോലെ ഡാൻസിങ് ടീ, കുലുക്കി ചായ, കലക്കി ചായ, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും അതുപോലെ എങ്ങനെ കറക്കി എടുക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണ്, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുപ്പൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് നേരത്തെ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ ഒരു 1/2 കപ്പ് പാലെടുക്കണം. ഇനി ഇത് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ നല്ല കടുപ്പുള്ള ചായയുടെ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കുക. എന്നിട്ടൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തിളച്ച പാൽ തന്നെയാണ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കേണ്ടത്. ഇനി ചൂടുള്ള പാൽ നന്നായി പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇലക്ട്രോണിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് ഈ പാൽ അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ആറ്റിയെടുത്താൽ മതി. അപ്പോഴും നന്നായി പതഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായി പത വന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ പതപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് പതപ്പിക്കുമ്പോഴാണ് ഒന്നും കൂടി നന്നായി പതഞ്ഞ് വരാമെന്നാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചായ നന്നായി അരിച്ചിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് പാലിൻ്റെ മുകളിലുള്ള പത മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഏകദേശം ഈ ഗ്ലാസ് ഫില്ലാവണ വരെ ഈ പത ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള പാൽ ഇതിലോട്ടൊരു സൈഡിലൂടെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഗ്ലാസ്സിൻ്റെ താഴെയുള്ള ഈ ചായക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ മിക്സ് ആവാതെ ലെയറായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കറക്കി ചായ ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ ഇത് കറക്കിയിട്ട് മിക്സ് ചെയ്യലൊരു ചലഞ്ചാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണേക്കാളും മുന്നേ ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ കറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണ കുറച്ച് വെള്ളമൊക്കെ പോയി, രണ്ടാമത്തെ തവണ റെഡിയായി. അപ്പോൾ കറക്കുന്നതൊക്കെ സിമ്പിളാണ്. നമ്മൾ സാധാ ഗ്ലാസ് പിടിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കറക്കിയെടുക്കാൻ പറ്റും. ഇനി കറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുത്താലും ഇത് മിക്സ് ആവും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാ ചായ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ തന്നെയാണ്. നമ്മൾ കറക്റ്റ് ചായ ഒക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഇതേപോലെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അവർ കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.